ാറുണ്ടായിരുന്നു. അങ്ങനെ ആളുകളെ വഞ്ചിച്ചിട്ട് പൈസ ഉണ്ടാക്കിയ ആളാ. എന്നെ കേൾക്കാനറ്റ വളവന്നൂരുള്ള കച്ചവടക്കാരാ. ഒരു ചെറിയ ലാഭത്തിനു വേണ്ടി ആ മനുഷ്യന്റെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞു പത്രേ ലൗ ഹഫർതുൽ അർള കുല്ലഹാ, ഈ ദുനിയാവ് മുഴുവനും അയാൾക്ക് വേണ്ടി ഖബർ കുടിച്ചാൽ അതിന്റെ ഉള്ളിലെ തേളുകളും പാമ്പുകളും ഉണ്ടെന്ന് പറയുമ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഞാനും നിങ്ങളും അടക്കമുള്ളവരോട് ഞാൻ എന്നോടാണ് ആദ്യം പറയുന്നത്. വല്ലാഹി അഹ്മദ് കബീർ വഅല പറയാമെന്നതല്ല, നിങ്ങളെ ഉപദേശിക്കാമെന്നതല്ല. നൂറുകണക്കിന് വാഫികളുള്ള, നൂറുകണക്കിന് വഫിയകളുള്ള, നൂറുകണക്കിന് ഹാഫിളീങ്ങളുള്ള, നൂറുകണക്കിന് സയ്യിദന്മാരും ആലിമീങ്ങളും ഇരിക്കുന്നവരോട് അഹ്മദ് കബീർ വഅലുകാരനല്ല, ഇതൊരു അരക്കുകാരന്റെ പ്രസംഗമാണ്. ഇതൊരു അരക്കുകാരന്റെ പ്രസംഗമാണ്. അരക്കുകാരൻ തുണി അലക്കുമ്പോ ആദ്യം കൈയാണ് വെളുക്കുക, പിന്നെയാണ് തുണി വെളുക്കുക. ഇതിവന്റെ കൈ വെളുക്കാനുള്ള പ്രസംഗമാണ്, പിന്നെ തുണി വെളുക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കാറുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഭർത്താവ് ഹറാമിലൂടെ കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കി നിന്നെ ആഡംബരത്തിന് കൂട്ടു നിൽക്കുമ്പോ ആ സമയത്ത് നിന്നെ ഭർത്താവിനോട് പറയണ്ടേ, കുല്ലുമാലിന നബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമിൽ നിന്ന് മുളച്ചു വന്ന ഓരോ സമ്പത്തും അത് നരകത്തിന്റെ തീയാണ് കണക്കാക്കപ്പെടുക. ഒരു തുച്ഛമായ ലാഭത്തിന് വേണ്ടി കള്ളം പറയുന്ന, 10 രൂപയ്ക്ക് വേണ്ടി കള്ളം പറയുന്ന, 10 രൂപയ്ക്ക് വേണ്ടി വഞ്ചിക്കുന്ന, പടച്ചിറപ്പിന്റെ തൃപ്തി ആഗ്രഹിക്കാത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെ വഞ്ചിച്ചാലും അല്ലാഹുവിനെ വഞ്ചിക്കാൻ കഴിയുമോ? ലഖത്താര ഹാദൽ ലൈലു വസ്വത ജാനിബു വറഖനി അല്ലാ ഖലീലുൻ ഉനാദിബു മഖാഫാതു റബ്ബി വൽ ഹയാഉ യസുദ്ദുനി വയക്റാമു ബൈനി അൻ തനാലാ മുറാതിബു. പാതിരാ സമയത്ത് മരം കോച്ചുന്ന തണുപ്പത്ത് തന്റെ ഭർത്താവ് പട്ടാളത്തിലിരുന്നപ്പോ ഒരു സുന്ദരി പെണ്ണ് പാടിയ ഈരടിയാണ് ലഖത്താന ഹാദൽ ലൈലു വസ്വത ജാനിബു വറഖനി അല്ലാ ഖലീലുൻ ഉലാഇബു. ചുറ്റും കറുത്തു തമോമയമായിരു, ചുറ്റുമൊരു വീതിയിലേകാകിയാണു ഞാൻ, കൂട്ടിനു തോടനില്ലായകയാലന്മന കൂടു തുറന്നോ നിദ്ര പറന്നുപോയി. ഈശ്വരൻ സത്യമാണ്, ഈശ്വര ശിക്ഷകൾ ആശുഭയ കൂകിനാടുമീ കട്ടിലും. ഈ രാത്രിയിൽ എനിക്ക് എന്റെ ഭർത്താവിന്റെ ചൂടറിയാത്തത് കൊണ്ട് ഉറക്കം വരുന്നില്ല. രാത്രിയാണെങ്കിലും അവസാനിക്കുന്നുമില്ല. ഞാനൊന്ന് വിരല് ഞൊടിച്ചാൽ മക്കയിലെ ചുറുതുള്ളുക്കുള്ള ചെറുപ്പക്കാരന്റെ കിടപ്പറയിൽ കിടക്കാത്തത് കൊണ്ടല്ല, പക്ഷേ എന്റെ റബ്ബിനെ എനിക്ക് പേടിയാ, എന്റെ അല്ലാഹുവിനെ എനിക്ക് പേടിയാ. സ്വർണ്ണ കച്ചവടം നടത്തുമ്പോ, തുണിക്കച്ചവടം നടത്തുമ്പോ, സ്ഥലക്കച്ചവടം നടത്തുമ്പോ എന്റെ മക്കളുടെ ശരീരത്തിന്റെ ഉള്ളിൽ ആമാശയത്തിലെ ഹറാമ രേഖപ്പെടുത്താൻ ഞാനില്ല. കാരണം എന്തെന്നറിയോ? ഇന്നമായ യഅകുലൂന ഫീ ബുതൂനിഹിം നാറാ വസയസ്ലൂന സഈറാ. അല്ലാഹു പറയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഹറാമിന്റെ ഒരു തുള്ളി, ഹറാമിന്റെ ഒരു തുള്ളി, 1 കോടി വിഴുങ്ങണ്ട, 10 കോടി വിഴുങ്ങണ്ട, 50 ലക്ഷവും വിഴുങ്ങണ്ട. ഹറാമിന്റെ ഒരു തുള്ളി മിസ്കാലു ദർറ ആമാശയത്തിന്റെ ഉള്ളിൽ പോയാൽ എവിടെയാ പോവുക? ഞാൻ പറഞ്ഞ മനസ്സിലാവണുണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലാവണുണ്ടോ? ആ ഖബർ പറ ഉസ്താദ്, അതാകുമ്പോ പിന്നെ പോയാ പോരാ, കച്ചവടം പറയരുത്, അതിഷ്ടപ്പെടില്ല. ഖബർ പറഞ്ഞാൽ കുഴപ്പമില്ല, കാരണം മരിച്ചിട്ട് പോയാ പോരെ. റിലയൻസ് സാമ്രാജ്യത്തിന്റെ അധിപൻ ധീരുഭായ് അംബാനിക്ക് പത്മഭൂഷൺ കൊടുത്തു. പത്മഭൂഷൺ അല്ലേ കൊടുത്തു? എന്തിന് മരണാനന്തര ബഹുമതി? എന്ത് കാര്യം? അയാൾ മണ്ണിന്റെ അടി പോയി അയാൾക്ക് അത് കാണാൻ പറ്റും. ഇപ്പൊ റിപ്പബ്ലിക് ഡേയിൽ ധീരുഭായ് അംബാനിക്ക് പത്മഭൂഷൺ കൊടുത്തു, അയാൾ മണ്ണിന്റെ അടിയിൽ പോയിട്ട് കൊടുത്ത് അയാൾക്ക് കാണാൻ പറ്റും. അയാൾ ജീവിച്ചിരിക്കുമ്പോ അല്ലേ കൊടുക്കണം.
മരണാനന്തര ബഹുമതിക്ക് എന്ത് കാര്യം? അതുകൊണ്ട് ഖബറ് പറ, മരിച്ചു കഴിഞ്ഞിട്ട് കണ്ടാ മതിയല്ലോ. കച്ചവടം പറയരുത്, സാമ്പത്തിക കാര്യം പറയരുത്, സക്കാത്തിന്റെ കാര്യം പറയരുത്. എന്റെ പൊന്നുമോനെ, അല്ലാഹു പറയാണ് ഓരോ കച്ചവടക്കാരനോടും, കച്ചവടത്തില് ഹറാമ ചെയ്യുന്നവനോട്, കച്ചവടത്തില് കൃത്രിമം കാണിക്കുന്നവനോടും അല്ലാഹു പറഞ്ഞു, നിനക്ക് എയ്ഡ്സ് വരുമെന്നല്ല, എടാ നിനക്ക് എബോള വരുമെന്നല്ല, എടാ നിനക്ക് ക്യാൻസർ വന്നിട്ട് പൊടുത്തു നാറുമെന്നല്ല. പാവപ്പെട്ടവനെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നവനോട് അല്ലാഹു പറഞ്ഞു, നിനക്ക് ക്യാൻസർ വരുമെന്നല്ല. പാവപ്പെട്ടവനെ പറ്റിക്കുന്നവനൊക്കെ ക്യാൻസർ വന്നിരുന്നെങ്കിൽ എത്രയോ ആളുകൾ അതുകൊണ്ട് നിറയുമായിരുന്നു, പിന്നെ ഒരാളത് ചെയ്യുമായിരുന്നില്ല. പക്ഷെ അല്ലാഹു അവരോടൊക്കെ ഭീഷണിപ്പെടുത്തിയത് എങ്ങനെയെന്നറിയോ? വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലൂ അലന്നാസി യസ്തൗഫൂൻ. കച്ചവടത്തിന് കൃത്രിമം കാണിക്കുന്നവനാണ് നാളെ വൈലെന്ന നരകം. വൈലെന്ന നരകം കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്നവനാണ്. ഒരൽപ്പം ഹറാമിയതനാളുടെ ഹൃദയത്തിന്റെ, ഒരാളുടെ ആമാശയത്തിന്റെ ഉള്ളിൽ ചെന്നോ, അവന്റെ ആമാശയത്തിൽ അവൻ ഭക്ഷണമല്ല തിന്നട്, ഹറാമ് കൊണ്ട് സമ്പാദിച്ചവൻ തിന്നതെല്ലാം തീയാണ്, തീയാണ്, തീയാണ്. നാളെ അവന് സൈറെന്ന് കത്തിക്കാളുന്ന നരകത്തിലാ. എന്റെ പൊന്നുമോനെ, ഏതാ സൈറെന്നറിയോ? സൈറെന്നാണ് നരകത്തിന്റെ പേര്. നരകമെന്ന സൈറിന്റെ പ്രത്യേകത അറിയോ? നരകവാസികൾ ഏറ്റവും നിലവിളിക്കുന്നത് സൈറെന്ന നരകത്തിലാ. ഓരോ നരകത്തിന് നിലവിളിയുണ്ട്, എന്നാലും ഗതി കിട്ടാതെ പേടിച്ചേറ്റമുള്ള നിലവിളിക്കുന്നത് സൈറിലാ. ഇതൊന്നും മുഹമ്മദ് കബീർ പച്ച കിതാബ് നോക്കിയിട്ട് പറയുന്നതല്ല. ലാ തദുൽ യൗമ വാഹിദൻ വദഉ സുബൂറൻ കസീറാ. ലാ തദുൽ യൗമ വാഹിദൻ വദഉ സുബൂറൻ കസീറാ. ഒരു നിലവിളി കൊണ്ട് അവസാനിക്കില്ലടാ തമ്മാടി. വദഉ സുബൂറൻ കസീറാ. ഇവിടെ കിടന്ന് നീ അവസാനം വരെ നിലവിളിച്ചാലും നിന്നെ ഞാൻ തിരിഞ്ഞു നോക്കില്ലെന്ന് മലക്കുകളെ ശാപം പറയുന്ന നരകമാണ് സൈർ എന്ന നരകം. അല്ലാഹു നമ്മൾ അതിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. അല്ലാഹു നമ്മൾ അതിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മൾ അതിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇംതിസാലു അവാമിരില്ലാഹി തആല, അല്ലാഹു ഇഷ്ടപ്പെട്ടതേ ചെയ്യാവൂ. ഇതിന്റെ ഏറ്റവും അവസാനം വിശദീകരിച്ചു പറയാൻ സമയമില്ല. ഇതിന്റെ ഏറ്റവും ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് എന്നതിന്റെ അവസാനത്തെ ചോദ്യം ഇത് മാത്രം ചെയ്താൽ മതി. ഏത് കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോഴും ഇതെന്റെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണോ അല്ലയോ എന്ന് ചിന്തിച്ചൂടെ? മനസ്സിലാവണില്ലേ പറയണത്? എനിക്ക് സമയമില്ല ഇടയ്ക്ക് വർത്താനം പറയാൻ. ഉസ്താദ് ഒത്തിരി വാള് പറയേണ്ട. ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോ ഇതെന്നെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണോ ഇഷ്ടപ്പെട്ടതല്ലയോ? ഇഷ്ടപ്പെട്ടതല്ല എന്ന് ഉറപ്പ് വന്ന മാറിയേക്ക. അതാണ് ഈമാൻ. ഇതാണ് ഔലിയാക്കളുടെ ഒന്നാമത്തെ ഗുണം. ഇതാണ് ഔലിയാക്കളുടെ ഒന്നാമത്തെ ഗുണം. അതുകൊണ്ടാണ് കേരളം കണ്ട മഹാനായ ഔലിയാക്കളുടെ നേതാവ് റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഒരാൾ കൊണ്ടുപോയി പൈസ കൊടുത്തപ്പോ ഇത് വേണ്ടാന്ന് പറഞ്ഞ് മാറിക്കൊടുത്തന്നെ. അയാൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ആളാണ്. കണ്ണിയത്ത് ഉസ്താദ് തിരിച്ചു കൊടുത്തു. റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിന് അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഏത് കാര്യം ചെയ്യുമ്പോഴും ഇതെന്റെ റബ്ബിന് ഇഷ്ടപ്പെട്ടതാണ്. ആ പൈസ കൊള്ളാമോ? ഈ കച്ചവടം കൊള്ളാമോ? ഭാര്യയുമായിട്ട് ബന്ധപ്പെടുമ്പോ, മക്കളുമായി ബന്ധപ്പെടുമ്പോ ഭാര്യ അടിക്കാൻ വേണ്ടി പോയി, അടിക്കാൻ വേണ്ടി കൈവെക്കുമ്പോ ഓർക്കണം, ഇതെന്റെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണോ? ഇതെന്റെ മുത്തനബിക്ക് ഇഷ്ടപ്പെട്ടതാണോ? ചിന്തിക്കണം. ഭാര്യ അടിക്കാൻ വേണ്ടി കൈവെക്കി, അപ്പോൾ നീ തിരുമതിയിലെ ഹദീസ് ഓർക്കണം. 10 ഭാര്യമാരുണ്ടായിട്ടും മരണം വരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ കൈകൊണ്ടൽ നടിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന ഹദീസ് ഓർക്കണം. അപ്പൊ ഞാൻ എന്റെ ഭാര്യ അടിക്കണത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതല്ല, മുത്തനബിക്ക് ഇഷ്ടപ്പെട്ടതല്ല. മാറണം. ഇത് ഏറ്റവും താഴ്ത്തപ്പടിയാ ഞാനീ പറയാം. അത് ഉസ്താദെ ഭാര്യ എന്നെ തെറി വിളിച്ചു. ഭാര്യ നമ്മളെ നന്നായിട്ട് തെറി വിളിച്ച എന്ത് ചെയ്യണം? ഭാര്യ വല്ലാതെ വാക്ക് വെച്ചിട്ട് നമ്മൾ ഉപദ്രവിക്കാൻ, വല്ലാതെ അവള് ഒക്കത്തെ ശബ്ദം ഇട്ട് സംസാരിക്കുക, നമ്മൾ എന്ത് ചെയ്യണം?
ഈ ഭാര്യ ഭയങ്കര ശബ്ദത്തിൽ നമ്മളോട് തട്ടിക്കയറുന്നു, നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊപ്പം മിണ്ടാണ്ടിരിക്കണം. എന്താണെന്നറിയോ? നന്നായിട്ട് ഇടി വെട്ടുമ്പോ മെയിൻ സ്വിച്ച് ഓഫാക്കലാണ് ബുദ്ധി, അല്ലെ? നന്നായിട്ട് ഇടി വെട്ടുമ്പോ ഉമ്മമാരെന്ത് പറയും? മോനെ മെയിൻ സ്വിച്ച് ഓഫാക്കാൻ പറയും. കാരണം നാശനഷ്ടം കുറയും. ഏത് കാര്യം എടുക്കുമ്പോഴും അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹു നമുക്ക് ആ ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് കർമ്മപദത്തിലുള്ളതാണ്. ഇനി രണ്ടാമത്തേത് മറ്റൊന്നുമില്ല. രണ്ടാമത്തേത് സുമ്മസ്തഖാമൂ, പിന്നീട് ഇസ്തിഖാമത്തോടെ ജീവിക്കുകയും ചെയ്യുക. ഇസ്തിഖാമത്തോടെ ജീവിക്കുക. എന്താ ഇസ്തിഖാമത്ത്? ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു പറഞ്ഞതുപോലെ, ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ഫസ്തഖിം കമാ ഉമിർത. സൂറത്ത് ഹൂദിലാണ് ഈ ആയത്തുള്ളത്. നബിയേ, അല്ലാഹു എങ്ങനെ ജീവിക്കാനാണോ അങ്ങയോട് പറഞ്ഞത് അങ്ങനെ ജീവിക്കണേ നബിയേ. ഈ ആയത്തിറങ്ങേണ്ട താമസം ഹബീബായ നബി തങ്ങളുടെ കറുത്തിരുന്ന രോമങ്ങൾ പോലെ നരച്ചുപോയി. ഉദന്ന സൂറ് താഴ്ന്നരച്ചു നബിയുന, അതിനാലെ തന്നെ കരഞ്ഞു പോയി ഷഫീഉന. കൽപ്പിച്ച പോലെ നടക്കി നബിയേ എന്ന നാഥന്റെ കൽപ്പനയാണ് കാരണമെന്ന നബിയേ എങ്ങനെ അല്ലാഹു ജീവിക്കാൻ പറഞ്ഞു അതേപോലെ ജീവിക്കണേ നബിയേ. ഇസ്തിഖാമത്തുണ്ടാവണേ നബിയേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഇന്നിവിടെ എത്തിയവരോട് എനിക്ക് ഇന്നത്തെ ഈ സദസ്സിന്റെ സന്ദേശമായി പറയാനുള്ളത് ഇതാണ്: ജീവിതത്തിൽ ഇസ്തിഖാമത്ത് നഷ്ടപ്പെട്ടു പോയാൽ മുസ്ലിമായി മരിക്കാൻ കഴിയുകയില്ല. മുസ്ലിമായി ജനിച്ചാലും മുസ്ലിമായി ജീവിച്ചാലും എത്ര വലിയ വിലായത്തിന്റെ പദവിയിലെത്തിയാലും ഇസ്തിഖാമത്ത് നഷ്ടപ്പെട്ടു പോയാൽ ഒരാൾക്ക് പിന്നെ മുസ്ലിമായി മരിക്കാൻ കഴിയില്ല. അല്ലാഹുവേ, അല്ലാഹുവേ, ഉറക്കെ പറയുന്ന അല്ലാഹുവേ, ഇത് കേരളത്തിൽ ഉടനീളം ദിക്ർ ഹൽക്ക നടത്തിയ ദിക്ർ മജ്ലിസ് നൽകിയ ശൈഖുനാ ചാപ്പനങ്ങാടി ഉസ്താദിന്റെ ബറക്കത്തുള്ള സ്ഥാപനത്തിന്റെ തിരുമുറ്റത്തിലാണ്. അല്ലാഹുവേ, മരിക്കുന്ന സമയം എവിടെ കിടന്നു മരിച്ചാലും അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞ് ഇസ്തിഖാമത്തോടെ മരിക്കാ. ഞങ്ങളുടെ നാവിന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കണേ അല്ലാഹ്. ഇതാണ് ഇന്നത്തെ മെസ്സേജ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുസ്ലിമായി അവസാനത്തെ വാക്കെന്താവണം? അവസാനത്തെ വാക്കെന്താവണം? ഇനി ഞാൻ ഒരു കാര്യം പറയാവേ. പറയില്ല ഇലാഹ ഇല്ലല്ലാഹ് ആത്മാർത്ഥമായിട്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സത്യം പറയണമെന്നുള്ള ബോധ്യത്തോടെ ഇപ്പൊ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറഞ്ഞപ്പോ ഉറക്കെ പറഞ്ഞവരൊന്ന് കൈവക്കി. പറഞ്ഞവരെ പൊക്കാവില്ലാത്തൊരു പൊക്കല്ലേ? അപകടമാണ്. പൊക്കാത്തവരാരും ഇല്ലേ? ഞാൻ നിങ്ങൾക്കൊരു സംഭവം പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയാൻ പറഞ്ഞ വാക്കേതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ ഈ വാക്കിന്റെ പ്രത്യേകത? ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട മെസ്സേജ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മനസ്സിലേത് ആഗ്രഹമുണ്ടെങ്കിലും അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണല്ലോ ഹബീബായ നബി തങ്ങൾ ബൈത്തുൽ മുഖദ്ദസ. ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നെഞ്ചു തിരിച്ച് നമസ്കരിക്കുമ്പോഴും മസ്ജിദുൽ ഹറാം ഖിബലയാക്കണമെന്ന് നബിയുടെ മനസ്സിലെ ആഗ്രഹമാ. അങ്ങനെ ഒരു ആഗ്രഹം ചോദിക്കാതെ തന്നെ ഹബീബായ നബി തങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഉറപ്പായപ്പോ ഒരു ലോഹർ നമസ്കാരത്തിന് അസ്ർ നമസ്കാരത്തിന് ഇരിക്കുമ്പോ അല്ലാഹു പറഞ്ഞു, അത്ര നബിയേ, അലനുവല്ലിയന്നക
ഖിബലതൻ തർലാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം. അങ്ങക്ക് ആഗ്രഹമാണെങ്കിൽ മസ്ജിദുൽ ഹറാം ഖിബലയാക്കിക്കോ നബിയേ. അങ്ങനെയാണ് രണ്ടാമത്തെ റക്അത്തിൽ നിന്ന് മൂന്നാമത്തെ റക്അത്തിൽ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞത്. ഹബീബായ നബി തങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെന്ന് അല്ലാഹു തോന്നിയാ മതി. അല്ലാഹു ചോദിക്കുന്നതിന് മുമ്പേ സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വളവന്നൂരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞവരോടും പറയാത്തവരോടും ഹബീബായ നബി തങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചിട്ട് അല്ലാഹു നടപ്പാക്കി കൊടുക്കാത്ത ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. 63ാമത്തെ വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചിട്ട് അല്ലാഹു നടപ്പാക്കി കൊടുക്കാത്ത ഒരേ ഒരു ആഗ്രഹമേടാ തന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പ അബൂ താലിബിന്റെ ഹിദായത്ത. ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും കാലഘട്ടത്തിൽ തന്നെ പോറ്റി വളർത്തിയ അബൂ താലിബ്, ആ അബൂ താലിബ് മുസ്ലിമായി മരിക്കണം, നാളെ അബൂ താലിബ് സ്വർഗത്തിലെത്തണം. ഹബീബായ നബി തങ്ങൾക്ക് വലിയ ആഗ്രഹമാ. ഓരോ പ്രാവശ്യവും തന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പ അബൂ താലിബിന്റെ അടുക്കൽ പോയിട്ട് പറയും, കൊച്ചാപ്പ പറയൂ കൊച്ചാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിന്റെ വില നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനാ അല്ലാഹുവിന്റെ റസൂല് പല പ്രാവശ്യം പറഞ്ഞിട്ട് അബൂ താലിബ് പറഞ്ഞിട്ടില്ല. ഞാനൊന്ന് പ്രാവശ്യം പറയാമെന്നപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ, നമ്മൾ അറിയാതെ പറഞ്ഞു മുസ്ലിമായില്ലേ. അവസാനം അബൂ താലിബ് മരണശൈലിയിലും മരണാസന്നനായി കിടക്കുമ്പോ ഹബീബായ നബി തങ്ങളെ ചാരത്ത് ചെന്നിട്ട് പറഞ്ഞു, കൊച്ചാപ്പ അങ്ങ് മരിക്കാൻ പോവുകയാണ്, ഇനി അവസാനത്തെ സക്കറാത്തിന്റെ അവസ്ഥയിലാ, ഒന്ന് പറയോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനം അബൂ താലിബ് സക്കറാത്തിന്റെ വേദനയിൽ കിടക്കുമ്പോ അവസാനത്തെ ശ്രമമെന്നോട് അബൂ താലിബിന്റെ അടുക്കലേക്ക് ചുണ്ടിലേക്ക് തന്റെ ചെവി ചേർത്ത് വെച്ചിട്ട്, കൊച്ചാപ്പ ആരും കേക്കണ്ട, എന്റെ ചെവിയിലൊരൊറ്റ പ്രാവശ്യം പറഞ്ഞാ മതി, എന്നെ ഇത്രയും നാള് പോറ്റ് വളർത്തേണ്ട കൊച്ചാപ്പ നരകത്തീന്ന് രക്ഷപ്പെടുമല്ലോ, നരകത്തീരെ തീന്ന് രക്ഷപ്പെടുമല്ലോ, അതുകൊണ്ട് എന്റെ ചെവിയിൽ ആരും കേക്കാടൊന്ന് പറഞ്ഞാ മതി. അപ്പോഴാണ് അബൂ താലിബ് പറഞ്ഞത്, മുഹമ്മദേ ولقد علمت بأن دين محمد من خير أديان البرية دينا لولا الملامة أو حدار مسبة لوجدتني سمحا بذاك مبينا والله لن يصلوا إليك بجمعهم حتى أوسد ഞാൻ മരിച്ചിട്ടും മണ്ണിന്റെ അടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വാക്കൊന്ന് പറഞ്ഞിട്ട് പോയാൽ ഖുറൈശികൾ പറയും, അബൂ താലിബ് ഭീരുവാണ്, ഖബറിനെ പേടിച്ചിട്ട് നരകത്തെ പേടിച്ചിട്ട് അബൂ താലിബ് ഇത് പറഞ്ഞു എന്നെ മരണശേഷം അവരെ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല മോനെ. അഹങ്കാരത്തിന്റെ വാക്ക് പറഞ്ഞപ്പോ ചുണ്ടിലേക്ക് ചെവി ചേർത്ത് വെച്ചിട്ട് അവസാനം മുത്തുനബി പറഞ്ഞു, കൊച്ചാപ്പ ഒന്നൊറ്റ പ്രാവശ്യം പറഞ്ഞാ മതി, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോഴാണ് ആകാശത്ത് നിന്ന് ജിബ്രീൽ പറഞ്ഞത്, വേണ്ട നബിയേ വേണ്ട, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹു യഹ്ദീ അങ്ങ് ആഗ്രഹിക്കുന്നവരെ കൊണ്ട് ഞാനത് പറയിപ്പിക്കില്ല നബിയേ. എന്റെ പൊന്ന് സഹോദരങ്ങളെ, ഹബീബായ നബി തങ്ങൾ 1000 വട്ടം ഒന്ന് പറയാൻ പറഞ്ഞിട്ട് അബൂ താലിബിന് പറയാൻ കഴിയാത്ത മാനായ ലൂത്ത് നബി തന്റെ ഭാര്യയോട് പറഞ്ഞു, ഭാര്യയെ ഒന്ന് പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവര് പറയാൻ കഴിയാത്ത നൂഹ് നബിയുടെ മകന് പറയാൻ കഴിയാത്ത ആ ഒരു വാക്കാണ് മുഹമ്മദ് കബീർ ഒരു പ്രാവശ്യം എന്ന് പറയാൻ പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞത് അതെല്ലാവരുടെ നാവ് കൊണ്ട് പറയാൻ കഴിയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്നുറക്കെ പറ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഉറക്കെ പറ. ഇനി വാത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഉറക്കെ പറ. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അല്ലാഹുവിന്റെ റസൂലിന്റെ കൊച്ചാപ്പയെക്കാളേറെ, നൂഹ് നബിയുടെ മകനേക്കാളേറെ, ലൂത്ത് നബിയുടെ ഭാര്യയെക്കാളേറെ പടച്ചറബിന് ഇഷ്ടം മുഹമ്മദ് കബീറിനോടാണ്. വളവന്നൂർ ബാഫക്കി യത്തീംഖാനയുടെ മുമ്പിലിരുന്നിട്ട് ഈ പറഞ്ഞ ആളുകളോട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൊച്ചാപ്പയേക്കാൾ, നൂഹ് നബിയുടെ ഭാര്യയേക്കാൾ, ലൂത്ത് നബിയുടെ ഭാര്യയേക്കാൾ അല്ലാഹുവിന് ഇഷ്ടം എന്നോട് നിങ്ങളോടുമാണ്. അതല്ലേ എന്റെ അർത്ഥം? അതല്ലേ എന്റെ അർത്ഥം?
അങ്ങനെയല്ലേ? എന്നാ ഉറക്കൊന്നോട് പറയല. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ മനുഷ്യന്മാരെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് പോകാൻ തിരക്കുണ്ട? ഞാൻ അരമണിക്കൂർ പറയാൻ വന്നാളെ ഇപ്പൊ 1.5 മണിക്കൂർ കഴിഞ്ഞത്. ഞാൻ ഇതിന്റെ ഒരു ബറക്കത്തിന്റെ പേര് അങ്ങനെ നിൽക്കാണ്. ഞാൻ 18 വർഷത്തിനിടെ ഞാൻ 20 പ്രസംഗിച്ച് ആകെ 4 സദസ്സേ ഉണ്ടായിട്ടുള്ളൂ. എന്തേലും ഒരു ആഫിയത്തുണ്ട് ഞാൻ എഴുന്നേറ്റ് ഇന്ന പ്രസംഗം. ഇപ്പൊ ഇരുന്നപ്പോ എനിക്ക് തോന്നുന്നു ഇതാ സുഖം. ഇനിയിപ്പോ ഇരുന്ന പ്രസംഗിക്കും. ഇരുന്നാ നമുക്കൊരു സുഖം തോന്നൂല്ലോ. അപ്പൊ പണ്ടത് ടൗണിൽ പോകാൻ വേണ്ടി ബസ്സിൽ കയറാൻ വേണ്ടി 4 രൂപയായിട്ട് വന്നു. ഇറങ്ങിയപ്പോ ഒരു പടത്തൊലി കിടന്നു. അതുമേ ചവിട്ടിയിട്ട് ഒരു 1/2 കിലോമീറ്റർ ഒക്കെ തന്നെ പോയി. അപ്പൊ എഴുന്നേറ്റിട്ട് അവൻ പറയാം 10 പടത്തൊലി ഇതുപോലെ ആരെങ്കിലും ഇട്ടെങ്കിൽ ഫ്രീ ആയിട്ട് ടൗണിൽ എത്തായിരുന്നു. ഒരു സുഖം കിട്ടിയാ പിന്നെ അങ്ങനെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇനി നമ്മുടെ ലക്ഷ്യമേതാ? നമ്മുടെ അവസാനത്തെ വാക്കേതായിരിക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ അവസാനത്തെ വാക്കിതായിരിക്കണം. അസ്റായീൽ വന്ന് റൂഹ് പിടിക്കുമ്പോ ഭാര്യ മക്കള് നമ്മുടെ ചാരത്തിലെന്ന് പൊട്ടിക്കരയുമ്പോ മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നാ. ആരുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണോ ദഖലൽ ജന്ന, അവന് സ്വർഗ്ഗമുറപ്പാണെന്ന് ഖാല റസൂലുള്ളാഹി. ഒരാളുടെ ജീവിതത്തിന്റെ അവസാനത്തെ വാക്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന് സ്വർഗ്ഗമുറപ്പാ. അതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സമാനതയില്ലാത്ത പണ്ഡിത പ്രസ്ഥാനത്തെ ലോകത്ത് സമർപ്പിച്ച മഹാനായ ശംസുൽ ഉലമ സ്വർഗ്ഗത്തിലാണെന്ന് നമ്മൾ ഉറപ്പിച്ചു പറയുക. കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുള്ള മുഹമ്മദ് സാഹിബിന്റെ ഉടമസ്ഥതയിലുള്ള ഫാത്തിമ ഹോസ്പിറ്റലിന്റെ റൂമിൽ കിടക്കുമ്പോ അടുത്തിരുന്ന അലവിക്കുട്ടി സാജിയോട് പറഞ്ഞു ഖുർആൻ ഓതി യാസീൻ ഓതാൻ തുടങ്ങി. യാസീൻ ഓതിക്കൊണ്ടിരിക്കും പള്ളിയിൽ നിന്ന് മുഴത്തിന്റെ ബാങ്ക് മുടങ്ങി. ഓരോ വാക്കിനും ആശുപത്രി കിടക്കയിലിരുന്ന് മറുപടി പറഞ്ഞ് അവസാനം ബാങ്കിന്റെ അവസാനത്തെ പദമത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനായ ശംസുൽ ഉലമ നൂറല്ലാഹു മർക്കദ ഉറക്കെ പറഞ്ഞു പത്രേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ ശംസുൽ ഉലമയുടെ നാവിൽ നിന്ന് മറ്റൊരു വാക്ക് വന്നിട്ടില്ല. വാഖീറു അൽഫാൽ أذاني مقارنه بأنفاسه الأخرى التي لم تعقبي. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് പോയാൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗം ഉറപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്നെ കേൾക്കാനെത്തിയവരോട് ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുകയാ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന വടവൃക്ഷത്തിന്റെ തണലിന്റെ ഉള്ളിൽ കൂടുകൂട്ടൊരു മനുഷ്യൻ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ ഈ ദുനിയാവെന്ന് വിട പറഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഞാനെന്ന് ചോദിക്കട്ടെ, വാഴക്കാട് ഗ്രാമത്തിലേക്ക് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി മഹാനായ ഒരു മനുഷ്യനെ മരത്തിൽ കിടത്തിയുണ്ട്. അവസാനം 10,000-കണക്കിന് ആളുകൾ മയ്യത്ത് നിസ്കരിക്കാമെന്ന് മയ്യത്തെടുക്കാൻ സമസ്തയുടെ ആലിമീങ്ങൾ നോക്കിയിട്ട് പറ്റുന്നില്ല. അവസാനം മൈക്കിലൂടെ മയ്യത്ത് നമസ്കാരം നിർത്തിവച്ചിരിക്കുന്നു എന്ന് അനൗൺസ്മെന്റ് ചെയ്ത ഒരു ജനാസ നിസ്കാരം നടന്നിട്ടുണ്ടെങ്കിലും അതാരുടെയെന്നറിയോ? പ്രശസ്തമായ ചരിത്രപ്രകാരം ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ മയ്യത്ത് നമസ്കാരത്തിന് പങ്കെടുത്ത വാഴക്കാട് കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നൂറല്ലാഹു മർക്കദ നിസ്കരിക്കാൻ ആളുകൾ നാടിന്റെ നാനാഭാഗത്തു നിന്ന് വന്നിട്ട് ഇല്ല മയ്യത്ത് നിസ്കാരം നിർത്തിവെച്ചു. മയ്യത്തടക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെയും 10,000-കണക്കിന് ആളുകളെ നിസ്കരിച്ചു. ഞാനെന്ന് ചോദിക്കട്ടെ, ഫോട്ടോഷോപ്പ് നടത്തിയിട്ട് ആയിരങ്ങളെ ലക്ഷങ്ങളാക്കി പരസ്യ പ്രചാരണം നടത്തുന്ന അഭിനവകാല സമൂഹത്തോട് ചോദിക്കുകയാ, ഇത് ഫോട്ടോഷോപ്പ് അല്ല, ഇത് വെട്ടിച്ചേർത്തതല്ല, മയ്യത്ത് നിസ്കാരം നിർത്തിവെച്ചു എന്ന് പറഞ്ഞ് ഈ സമസ്തക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ ജനാസയുടെ മുമ്പിലാണെങ്കിൽ ഞാൻ ഖുർആനിലെ കഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാനാണ് ഇത് പറയാ. പൊന്നുമോനെ, താൻ നട്ടു വളർത്തിയ പ്രസ്ഥാനത്തിന്റെ വാർഷികത്തിന് സ്വാഗതം പറയാൻ ഇറങ്ങിപ്പോകുമ്പോ ഭാര്യയോട് പറഞ്ഞ് വെളുത്തവര് തോത്തുമുണ്ടെടുത്തടാ. എന്തിനാ ഇതെന്ന് ചോദിക്കുമ്പോ എടുത്തടാ. വെളുത്ത തോത്തുമണ്ണ് വാങ്ങിച്ചിട്ട് അരയിൽ കെട്ടി താൻ നട്ടു നനച്ച് വളർത്തിയ പ്രസ്ഥാനത്തിന് വന്ന സുവർണ ജൂബിലിക്ക് വന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സുവർണ ജൂബിലിക്ക് വേണ്ടി വന്ന 12 ലക്ഷത്തോളം ആളുകൾക്ക് സ്വാഗതം പറയാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ ശരീരം കുടഞ്ഞിട്ട് വയ്യാതായി ആംബുലൻസിൽ പാഞ്ഞു പോകുമ്പോ ആ സ്റ്റേജിൽ നിന്നും വാടിയ ചന്താമരത്തുണ്ട് പോലെ വലത്തോട്ട് തിരിഞ്ഞിട്ട് ആംബുലൻസിൽ പാഞ്ഞു പോകുമ്പോ അവിടെ കിടന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞ് ആ പ്രിയപ്പെട്ട മനുഷ്യൻ മന്ദസ്മിതം പോകി മടിത്തട്ടിലേക്ക് മയങ്ങി വീഴുമ്പോ മരിച്ച ആളുടെ താട കെട്ടിവെക്കാൻ തുണി അന്വേഷിക്കവേ മയ്യത്തിന്റെ അരയിൽ കിടന്ന വെള്ളത്തുണി ആ വെള്ളത്തുണി കീറിയെടുത്തിട്ട് താട കെട്ടിവെച്ചപ്പോ ആരാന്നറിയോ 3 ദിവസം മുമ്പ് സമ്മേളന നഗരിയിൽ താൻ നട്ട് നടച്ച പ്രസ്ഥാനത്തിന് വേണ്ടി പറയാൻ ഇറങ്ങിപ്പോകുമ്പോ വാങ്ങിച്ച് അരയിൽ കെട്ടിയ വെള്ളത്തുണി 3 ദിവസം മുമ്പേ മരിക്കുമെന്നുറപ്പിച്ച് താട കെട്ടാനുള്ള വെള്ളത്തുണി അരയിൽ കെട്ടിയ ഇറങ്ങിപ്പോയ മഹാനായ കെച്ചി മാനു മുസ്ലിയാർ അല്ലാഹു മർക്കദ കോഴിക്കോട് കടപ്പുറത്ത് ആ മാന മയ്യത്ത് കൊണ്ടുവന്നപ്പോ 8 ലക്ഷത്തിന് സ്വാഗതം പറയേണ്ട ആൾക്ക് 80 ലക്ഷം മലക്കുകളെ സ്വാഗതം പറഞ്ഞില്ലയോ? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഔലിയാക്കളും കറാമത്തും പറഞ്ഞ അത് പറയാൻ സമസ്തയുടെ ആലിമീങ്ങളുടെ കറാമത്ത് പറഞ്ഞു തീരില്ല. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ്, ഈ പണ്ഡിത പടയണിയുടെ പുറകിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ, ഇസ്തിഖാമത്തോടെ ജീവിക്കാൻ കഴിഞ്ഞ ഒരു നേർപ്പാത പടച്ചെറുപ്പ് നമുക്ക് വിരിച്ചു തന്നിട്ടുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന്റെ പുറകിൽ നിന്ന ഒരാളും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ വിട പറഞ്ഞു പോയിട്ടില്ല. നമ്മുടെ മുമ്പിൽ ഒരു പാതയുള്ളപ്പോ പിന്നെ നമ്മൾ വേറൊന്നിനെന്തിനാ നോക്കുക? നമ്മൾ എന്തിനാ നോക്കുക? നമ്മൾ നോക്കുന്നത് പടിഞ്ഞാറേക്കാണ്, തെറ്റി വെളിച്ചം വരുന്നത് കിഴക്ക് നിന്നാണ്. നമ്മൾ നോക്കുന്നത് പടിഞ്ഞാറോട്ടാണ്, പക്ഷേ തെറ്റി വെളിച്ചം വരുന്നത് കിഴക്കാണ്. സൂര്യൻ ഉദിക്കുക, വെളിച്ചം കിഴക്ക് നിന്നാണ് വരുന്നത്. കിഴക്ക് സൂര്യൻ ഉദിച്ചു നിന്നിട്ട് പടിഞ്ഞാറിന്റെ അന്ധകാരത്തിലേക്ക് നോക്കിയ മനുഷ്യ, നിനക്ക് തെറ്റിപ്പോയി. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു അവസാനം യഥാർത്ഥത്തിൽ ഒരാള് 2 മണിക്കൂർ പ്രസംഗിച്ചാൽ 2 ലക്ഷം അക്ഷരങ്ങൾ പറയുമെന്നാണ് ശാസ്ത്രത്തിന്റെ കണക്ക്. 2 മണിക്കൂറുകൾ അഹ്മദ് കബീർ 2 ലക്ഷം അക്ഷരം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞ നാവിലൂടെ 2 മണിക്കൂറാവുന്നു. 2 ലക്ഷം അക്ഷരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓരോ ദിവസവും പ്രസംഗത്തിന് മാത്രം 3 ലക്ഷം അക്ഷരം പറയുന്ന അഹ്മദ് കബീറെ, നിനക്കറിയുമോടാ, മരിക്കുന്ന നേരത്ത് നിന്റെ റൂഹ് തൊണ്ടക്കുടിയിലെത്തി നിൽക്കുമ്പോ ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖു വഅൻതും ഹീനഇദിൻ തൻളുറൂൻ. നിന്റെ തൊണ്ടക്കുടിയിൽ റൂഹത്ത് നിൽക്കുമ്പോ 2 മണിക്കൂർ കൊണ്ട് 2 ലക്ഷം അക്ഷരം പറഞ്ഞവനെ 24 അക്ഷരം നിനക്ക് മരണസമയത്ത് പറയാൻ കഴിയുന്നില്ലെങ്കിൽ ഏതാ 24 അക്ഷരം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങകല മമ്പാട് ഒരു ഔലിയായി ഉണ്ടായിരുന്ന ഒരു മസ്താൻ. അയാൾ എപ്പോഴും പാട്ടുപാടി നടക്കും. മമ്പാടുമട് മണ്ണാർക്കാട് വരെ പത്തിരിയും ചാറാ തിന്നാൻ തൗഫീഖ് താജബ്ബാറാ. ഇതാണ് ഔലിയാക്കൾ. നമ്മുടെ ഈ മമ്പാട്, നമ്മുടെ ഈ അവിടെ ഒരു മസ്താൻ ഉണ്ടായിരുന്നു. ആ മസ്താൻ അയാൾ എപ്പോഴും പാട്ടുപാടും. മമ്പാട് മുതൽ മണ്ണാർക്കാട് വരെ പത്തിരിയും ചാറാ തിന്നാൻ തൗഫീഖ് താജബ്ബാറാ. ആളുകൾ പറയും ഇയാള് ശാപ്പാട്ട് രാമനാണ്,
എപ്പോഴും പത്തിരി ചാറൊടിച്ച് തിന്നുന്ന കഥയെ പറയാറുള്ളൂ. എടാ പച്ച പൊട്ട, നിന്റെ കണ്ണിനതേ തിരിയൂ. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാ മാ ലാ യറാഹു നാദിറൂന. എടാ പച്ച പൊട്ട പൊട്ടി, നിനക്കതേ തെരിയൂ, പക്ഷെ ഇവരുടെ കണ്ണുകളതല്ല. ഇത്തഖൂ ഫിറാസത്തുൽ മുഅ്മിനി ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ നോട്ടത്തെ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക. അവരല്ലാഹുവിന്റെ പ്രകാശം കൊണ്ട് നോക്കുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആളുകൾ പറഞ്ഞു ഇയാള് പത്തിരിയും ചാറും തിന്നാൻ നടന്നതാണ്. പക്ഷേ സഹോദരങ്ങളെ, സഹോദരിമാരെ, അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയോ? മമ്പാട് മുതൽ മണ്ണാർക്കാട് വരെ. മമ്പാടെന്ന് പറഞ്ഞാൽ നിലമ്പൂര് മമ്പാടല്ല, മമ്പാടെന്ന് പറഞ്ഞാൽ ഉമ്മാടെ മടിത്തട്ട്. മണ്ണാർക്കാട് വരെ പാലക്കാട് മണ്ണാർക്കാടല്ല. മണ്ണാർക്കാടെന്ന് പറഞ്ഞാൽ പള്ളിക്കാട്, മണ്ണിന്റെ കാട് പള്ളിക്കാട്. മമ്പാട് മുതൽ മണ്ണാർക്കാട് വരെ, ഉമ്മാന്റെ മടിത്തട്ടിൽ മുതൽ പള്ളിയുടെ കാട്ടിലെത്തുന്നത് വരെ പത്തിരിയും ചാറ. 10 20 എത്രയാ? ഞാൻ ബുഖാരി ഓതണം. 20 ചാറ 4 ഉറുദുവാണ്. ചാറ 4 അപ്പൊ ഉറുദുവായിട്ട് മുസ്ലിയാർ അങ്ങനെ തൗവീൽ ചെയ്തു. പച്ചപ്പൊട്ട കേരളത്തിൽ വന്ന് മുറ്റവാറും ഔലിയാക്കളൊക്കെ നോർത്ത് ഇന്ത്യന്ന് വന്നവനാണ്. ഷെയ്ഖ് ഫരീദുദ്ദീൻ ഔലിയ ശക്കർഗഞ്ചി എന്ന് വന്ന ആളാണ് ഉത്തർപ്രദേശിലെ. ശക്കർഗഞ്ച് അവിടെ നിന്ന് വന്ന ആളാണ്. ഉറുദു ഭാഷയുടെ സ്വാധീനമുണ്ട്. പത്തിരിയും ചാറ 2 10 20 ചാറ 4 24 24. ഉമ്മാടെ മടിത്തട്ടിൽ ജനിച്ചു വീണത് മുതൽ പള്ളിക്കാട്ടിലെന്ന് മയ്യത്ത് കൊണ്ടുപോയി വെക്കുന്നത് വരെ പത്തിരിയും ചാറ. 24 അക്ഷരം പറയാൻ തിന്നാൻ തൗഫീഖ് താജബ്ബാറ. ആ 24 അക്ഷരം പറയാ നീ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന് പാടി നടന്ന ഔലിയാക്കൾ ഈ കേരളത്തിലുണ്ടായിരുന്നു. അല്ലാഹുവേ, 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 മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടും മരിക്കാൻ ഞങ്ങളുടെ ഈ നാമിനെ നീ കഴിവ് നൽകണേ അല്ലാഹ്. സക്കറാത്തിന്റെ വേദനയിൽ ഞങ്ങൾ പെടയുമ്പോ, ശരീരം മുഴുവൻ വേർപ്പിൽ മുങ്ങിക്കുളിക്കുമ്പോ, കലിമ പറയാ ഞങ്ങളെ നാവ് പൊന്തിക്കുമ്പോ ഞങ്ങളുടെ നാവിനെ നീ തളർത്തല്ലേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ മരിച്ചു പോയാൽ കബറെടുക്കുമല്ലോ റബ്ബേ, വാരിയല് പൊടിയുമല്ലോ റബ്ബേ, മുൻകറിനെ കീറും ദണ്ട് കൊണ്ട് അടിച്ചു താഴ്ത്തുമല്ലോ റബ്ബേ, നരകത്തിന്റെ തീജ്വാല കബറിൽ വരുമല്ലോ റബ്ബേ. അതുകൊണ്ട് ഞങ്ങൾക്ക് നീ ആ 24 അക്ഷരം പറഞ്ഞിട്ട് മരിക്കാ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ഔലിയായിട്ട് ജീവിച്ചാക്ക് കഴിഞ്ഞില്ല. അടുത്ത ഔലിയുടെ കറാമത്ത് ഞാൻ പറഞ്ഞത് ഖുർആൻ പറഞ്ഞ കഥയാണ്. രസകരമായ കഥ. ലോകത്തിലെ കൊടികൊട്ടി ഔലിയ. നമ്മൾ പറയില്ലേ ചത്ത കൊടിനെ പറപ്പിച്ച ഔലിയാൻ. ആ ഔലിയാക്ക് ഇത് പറഞ്ഞിട്ട് മരിക്കാൻ പറ്റിയില്ലെന്ന് ഖുർആൻ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മരിക്കുന്ന സമയത്ത് പറയാൻ കഴിയണം, നാവ് കുഴഞ്ഞു പോകാതിരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവേ നീ ഇത് പറയിപ്പിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇത് ചാപ്പന ആ മനുഷ്യന്റെ കഥ പറഞ്ഞ് നമുക്ക് പിരിയാം. ചാപ്പനങ്ങാടി ഉസ്താദ് പറഞ്ഞു ഇതിന് റിസീവർ ഇല്ല, പിരിവുകാരില്ല, ഒന്നുമില്ല, തരണ്ടവർ ഇങ്ങോട്ട് വന്നോളൂ. ആരവങ്ങളില്ല, പരസ്യ ബോർഡുകളില്ല, 10,000 ഇവിടേക്ക് എത്തും. ഈ ബാഫക്കി യത്തീംഖാനയിലേക്ക് സദക്ക നേർച്ചയാക്കി കൊണ്ടുവന്നവരുണ്ട്. ഈ മുത്തഅല്ലിമീങ്ങൾ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിൽ വരും. അതിലേക്ക് നിങ്ങൾ സദക്കകൾ നിക്ഷേപിക്കുക. അല്ലാത്ത ആളുകൾ, ഇതൊരു വലിയ കറാമത്തിന്റെ സ്ഥാപനമാണ്, വേറെ പിരിവില്ല. ഉസ്താദിന്റെ വാക്ക്, ചാപ്പനങ്ങാടി ഉസ്താദിന്റെ വാക്ക് പിരിക്കരുത്. അതുകൊണ്ട് ഇവിടെ ഒന്നും പറഞ്ഞു പിരിക്കാറില്ല. നേർച്ചയാക്കിയവർ, നേർച്ചയാക്കുന്നവർ ആ ബക്കറ്റിലേക്ക് കൊടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു സുവനീർ ഇറക്കിയിട്ടുണ്ട്, സനാദത്തും അറിവിലൂടെ. വളരെ പ്രധാനപ്പെട്ട ധാരാളം അറിവുകളുടെ ശേഖരമാണ് ഈ സുവനീർ. ഈ സുവനീറുമായിട്ട് കുട്ടികൾ വരും. അത് വാങ്ങിക്കുക, വായിക്കുക. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. ഔ കമാക്കാല കുഞ്ഞുണ്ണി മാഷ്.
വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. വായനയോടുകൂടി വളർന്നാൽ ആ വളർച്ചയ്ക്ക് വളവുണ്ടാവില്ല. വായിക്കാതെ വളർന്നാൽ വളവുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഇത് വായിപ്പിച്ചു കൊടുക്കണം. എല്ലാവരും ഈ സുവനീർ വാങ്ങിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് മുത്തലിമീങ്ങൾ. അതുമായി നിങ്ങളുടെ മുമ്പിൽ വരും. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു 3 സലാത്ത് ചൊല്ലി അതുകൂടി പറഞ്ഞാൽ നമുക്ക് പിരിയാം. ഉറക്കെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹുവേ. ഈ തുരുമുറ്റത്തിരുന്ന് ഞങ്ങൾ ചൊല്ലുന്ന സലാത്തുകൾ, ഞങ്ങൾ ചെയ്യുന്ന ഹദിയകൾ, സദഖകൾ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ എല്ലാവിധ മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആയ്ക്ക് വന്നിട്ട് ഇൻഷാ അല്ലാഹ് നാളെ എന്റെ വാല് പരപ്പനങ്ങാടിയിലാണ്. നാളെ തൊട്ടടുത്ത് തന്നെയാണ് പരപ്പനങ്ങാടി. കൃത്യം 8:30 മണിക്ക് തുടങ്ങും. ഇപ്പൊ ഇനി മുതൽ എന്നോട് ഞാൻ സുഹൃത്തുക്കളോടൊക്കെ പറയാം, എന്റെ പരിപാടി 8:30 മണിക്ക് തുടങ്ങും, 10:11 അവസാനിക്കുകയും ചെയ്യും. കാരണം 12 മണിക്ക് മുമ്പ് ഉറങ്ങണമെന്ന് ഡോക്ടർ കർശനമായിട്ട് പറഞ്ഞു. ഉറക്കവും ഇല്ല, മരുന്നും കഴിക്കൂല, ഇങ്ങനെ നടക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. എന്ത് ഉറക്കില്ലാത്ത അവന്റെ 8:30 മണിക്ക് തുടങ്ങും, 10:30 വന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ ഈ സുബഹി ഖളാവായിരിക്കും. ഒരു വലിയ വിഷയമാണ്. 12 മണി 1 മണിയാകുമ്പോൾ അത് കഴിയുമ്പോൾ വീട്ടിൽ എത്തുമ്പോൾ 3 മണിയൊക്കെ ആവും. ഇത്ര 100 കിലോമീറ്റർ 150 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വരുന്നവരുണ്ട്. പോയി കിടന്നാൽ പിന്നെ സുബഹിക്ക് ഇരുന്ന് നോക്കും. ഞാൻ പലപ്പോഴും 4 മണിക്കൊക്കെ എഴുന്നേറ്റ ഉറങ്ങാതിരിക്കാൻ ഇപ്പൊ കണ്ണൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും. ഉറങ്ങിയാ പിന്നെ എഴുന്നേക്കൂല, സുബഹി ഉണ്ടാവൂല. വാതിന് വല്ല സുന്നത്തേ ഉള്ളൂ, നിസ്കാരം ഫർളാണ്. പണ്ട് മുസ്ലിമാരാള് കള്ളു കുടിക്കാൻ ഷാപ്പിൽ കയറി, കള്ള് ഷാപ്പിൽ സപ്ലയറോട് വെച്ച് തൊട്ട് നക്കാൻ എന്തുണ്ടെന്ന്. അപ്പൊ സപ്ലയർ പറഞ്ഞു നല്ല ഞണ്ടിന്റെ കറിയുണ്ട്. അയാൾ പറഞ്ഞു അത് വേണ്ട, നമ്മുടെ മദ്ഹബി കറാഹത്താണ് എന്നതുപോലെ നമ്മൾ സുബഹിക്ക് ഉണ്ടായില്ലെങ്കിൽ പ്രശ്നമുണ്ട്. 8:30 മണിക്ക് തുടങ്ങും, 10:30 2 മണിക്കൂർ അവസാനിക്കും. എല്ലാവരും നേരത്തെ എത്തണമെന്ന് ഓർമ്മിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പക്ഷേ സഹോദരങ്ങളെ, ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കല. പക്ഷേ ലോകം കണ്ട ഏറ്റവും ഒരു വിലായത്തിന്റെ പദവിയിലെത്തിയൊരു മനുഷ്യൻ, അയാൾക്ക് അതിന് കഴിഞ്ഞില്ല. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ കഴിയാം? അതുകൊണ്ട് എപ്പോഴും ദുആ ചെയ്യണം അല്ലാഹുവേ. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച 2ാമത്തെ ഖുത്ബയിൽ എപ്പോഴും ഖതീബ് ഓതും, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ. എപ്പോഴും ഓതുന്ന ആയത്താണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഒരു മനുഷ്യന്റെ കഥ. ആരാണ് അയാൾ? വത്ലു അലൈഹിം അനബഅല്ലദീ ആതൈനാഹു ആയാതിനാ ഫനസലഖ മിൻഹാ ഫഅത്ബഅഹു ശൈത്വാനു ഫകാന മിനൽ ഗാവീൻ വലൗ ശിനാ ലറഫഅനാഹു ബിഹാ വലാകിന്നഹു അഖ്ലദ ഇലൽ അർളി വത്തബഅ ഹവാ ഫമതലുഹു കമതലിൽ കൽബ്. അല്ലാഹു പറയാണ് നബിയെ, വത്ലു അലൈഹിം അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഞാൻ ധാരാളം അനുഗ്രഹം കൊടുത്തിരും ആ മനുഷ്യന്റെ കഥ പറഞ്ഞു കൊടുക്കും നബിയെ. ആരാണ് അയാൾ? അർശിൽ നോക്കിയിട്ട് ശിഷ്യന്മാർക്ക് അറിവ് പറഞ്ഞു കൊടുത്തിരുന്ന ഇതിനേക്കാൾ വിലായത്തുള്ള ഒരാളാരാ? അർശിൽ നോക്കിയിട്ട് അറിവ് പറഞ്ഞു കൊടുത്തിരുന്ന, വൃക്ഷത്തിന്റെ ഇലയിൽ സുജൂദ് ചെയ്തിരുന്ന, ആകാശത്തുകൂടി പറന്നു പോയിട്ട് ഇതുപോലെയുള്ള വൃക്ഷത്തിന്റെ ഇലയിൽ സുജൂദ് ചെയ്ത കറാമത്തുകളുടെ ഉടമസ്ഥനായ ബലാം ഇബ്നു ബഊറ
പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അള്ളാഹു പറയാൻ അവസാനമയാൽ അവന്റെ ഉപമ ശ്വാനന്റെ ഉപമ പോലെയാണ്. അയാൾ പട്ടി ചത്തുപോകുന്നത് പോലെ ചത്തുപോകേണ്ടി വന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാറ് വൃക്ഷത്തിന്റെ ഇലയിൽ സുജൂദ് ചെയ്ത ആൾക്ക് പോലും, നമ്മളൊക്കെ പള്ളിയിൽ സുജൂദ് ചെയ്യുന്നവരല്ലേ, നമ്മളൊക്കെ ഈമാൻ കുറഞ്ഞവരല്ലേ, ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ എങ്ങനെയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മുസ്ലിമായി മുഅ്മിനായി ഈമാനോടെ മരിക്കുമെന്ന് കരുതുന്നെങ്ങനെയാ? എപ്പോഴും റബ്ബിനോട് നിസ്കാരപ്പായല് ദുആ ചെയ്യണേ പെങ്ങള്. രോഗത്തെ കുറിച്ച് പറയുന്നത് പോലെ, കടത്തെ കുറിച്ച് പറയുന്നത് പോലെ, അല്ലാഹുവേ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ, കലിമ പറഞ്ഞ് മരിപ്പിക്കണേ അല്ലാ, എന്റെ നാവിനാ സമയത്ത് ശക്തി തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് വൃക്ഷത്തിന്റെ ഇലയിൽ സുജൂദ് ചെയ്ത മനുഷ്യന് പോലും അത് പറയാൻ കഴിയുന്നില്ലെന്ന് ഖുർആൻ സൂറത്തുൽ അറാഫിൽ കഥ പറയുമ്പോ അതെനിക്കും നിങ്ങൾക്കും ആത്മവിശ്വാസം അധികരിക്കാതിരിക്കാനാ അവസാനം ഞാൻ എന്റെ ആയത്ത് അവസാനിപ്പിക്കുന്നു. ആ സമയത്ത് ഈമാനോട് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവിനെ റബ്ബായി അംഗീകരിക്കുകയും ഇസ്തിഖാമത്തോടെ ജീവിച്ചിട്ട് കലിമ പറഞ്ഞ് സന്തോഷത്തോടെ മരിക്കുകയും ചെയ്താൽ കിട്ടുന്ന പ്രതിഫലമേതാ? തതനസ്സലു അലൈഹിമുൽ മലായിക. അവൻ മരണാസന്നനായി കിടക്കുമ്പോ അവൻ ഈ വളവന്നൂരിലെ, ഈ തിരൂരിലെ, ഈ വളാന്തേരിയിലെ അവന്റെ കൊച്ചു വീട്ടിൽ അവൻ മരണത്തെ കാത്തു നിൽക്കുമ്പോ തതനസ്സലു അലൈഹിമുൽ മലായിക, അവന്റെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും. മരണം വലിയൊരു വിഷയമാണ്. മരിക്കുന്ന ദിവസം അതിഭീകരവുമാണ്. എങ്ങനെയാണ് മരിക്കുന്നതെന്നറിയില്ല, ഏത് സമയത്താണ് മരിക്കുന്നതെന്നറിയില്ല. പൊന്നുമോനെ, എപ്പോഴാണ് മരണമെന്നറിയില്ല. ഏത് സമയത്ത് എവിടെ കിടന്ന് മരിക്കേണ്ടി വന്നാലും ആ സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ കൂട്ടം കൂട്ടമായി വരട്ടെ. എങ്ങനെയാണ് മരണമെന്നറിയില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച നിങ്ങളൊക്കെ വാട്സപ്പിലൂടെ കേട്ടിട്ടുണ്ടാവാം, ഇടുക്കി ജില്ലക്കാരനായ കരിമ്പൻ ഇബ്രാഹിം മൗലവി അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും എത്തപ്പെട്ടു പോയി. എങ്ങനെയാ? അദ്ദേഹം കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് ഇബ്രാഹിം മൗലവി എന്റെ കൂട്ടുകാരനാ, എപ്പോഴും കാണുമ്പോ പറയും ബാക്കവി ദുആ ചെയ്യണേ, സ്വന്തമായിട്ടൊരു വീടുണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ മയ്യത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്, ദുആ ചെയ്യണേ. 3 മാസം മുമ്പ് പത്തനംതിട്ടയിൽ ഒരു സദസ്സിൽ വെച്ച് കാണുമ്പോഴും പറഞ്ഞു ദുആ ചെയ്യണം. ഇതേ ഒരു വീടായിട്ടില്ല, പാവപ്പെട്ടവനാ, 2 ആൺമക്കളും ഒരേ ഒരു പൊന്നുമോളുമാ. കഴിഞ്ഞ 2 ആഴ്ചക്കും അദ്ദേഹത്തിന്റെ ഉമ്മയുടെ വീട് വയനാടാണ്. മകളെ അവിടെ ഉമ്മാടെ ശുശ്രൂഷയ്ക്ക് നിർത്തിയിരിക്കുകയാ. ഭാര്യയും അദ്ദേഹം കൂടി വയനാട് പോയി ഉമ്മയെ കണ്ട് തിരിയുമ്പോ 16 വയസ്സുള്ള മോള് പറഞ്ഞു, ഉപ്പാന്റെ ഉമ്മാന്റെ കൂടെ ഞാനും വരികയാ. വേണ്ട മോളെ, ഞാനും വരികയാ. ശടിച്ചും കരഞ്ഞും കലഹിച്ചും വഴക്ക് കൂടിയും അവള് പറഞ്ഞു, എനിക്കും ഉപ്പാന്റെ കൂടെ, എനിക്കും വരണം ഉമ്മാന്റെ കൂടെ. വഴക്ക് കൂടി അവസാനം അവര് സമ്മതിച്ചെന്നാ പോരെ. വഴക്ക് കൂടി കൂടെ കൂടിയടാ. മരണം അങ്ങനെയാണ് സഹോദരങ്ങളെ. സമയമെത്തിയാൽ എങ്ങനെയാ? മരണമേ നീ എന്നെ മാടി വിളിക്കുന്നു, ഒരു കാമുകിയായി ഞാൻ നിന്നിലലിയുന്നു. മരണമേ നീ എത്ര സുന്ദരിയാണെന്നോ, വിരൂപനാമെന്നെ നീ എന്തിനു മോഹിച്ചു. മരണം ഒരു കാമുകിയെ പോലെ മാടി വിളിക്കും, ഇവിടേക്ക് വാ. 16 വയസ്സുള്ള മോള് കൂടെ കൂടി. രാവിലെ പുലർച്ചെ 4:30 മണിയാകുമ്പോ മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി. ഒരേ ദിവസം പോകുന്ന നേരത്തെ അവിടെ വെച്ചിട്ട് പോയ ബൈക്കിൽ കയറി ഭാര്യയും വാപ്പയും ഉമ്മയും ആ മോളും കൂടി മൂവാറ്റുപുഴ ദേശീയപാതയിലൂടെ റോഡ് മുറിച്ച് കിടക്കവേ പുറകെ വന്ന് ടാങ്കറിന്റെ ലോറി ശ്രദ്ധിച്ചില്ല. ബൈക്ക് വലത്തോട്ട് തിരിഞ്ഞു. പുറകെ വരുന്ന ടാങ്കറിന്റെ ലോറി ആ ബൈക്കിനെ തട്ടിയിട്ടിട്ട് മുകളിലൂടെ കയറി ഇറങ്ങി പോകുമ്പോ ആ പ്രിയപ്പെട്ട ഭാര്യയുടെ വയറിലൂടെ ടാങ്കർ ലോറി കയറി ഇറങ്ങി കുടൽമാല വെളിയിലോട്ട് ചിതറിത്തെറിച്ചു. 16 വയസ്സുള്ള മോളുടെ അരയിലൂടെ കയറി ടാങ്കർ ലോറി നിർത്തി. ലോറി ഡ്രൈവർ ഇറങ്ങി ഓടി. ഇബ്രാഹിം മൗലവി വലത്തോട്ട് തെറിച്ചു വീണു. ആളുകൾ മുഴുവനും ഓടിക്കൂടുമ്പോ നിസ്സായിലൂടെ ഓടിക്കൂടിയ 100 കണക്കിന് ആളുകൾ നോക്കി നിൽക്കുമ്പോ ടാങ്കർ ലോറിയുടെ ടയറിന്റെ ഉള്ളിൽ ഉമ്മയും മോള് ചതഞ്ഞരഞ്ഞ് കിടക്കുകയാ. അരയിലൂടെ ടാങ്കർ ലോറിയുടെ ടയർ കറങ്ങിയിട്ട് മോള് വിളിക്കുന്നുണ്ട്, ഉമ്മാ വെള്ളം താ, വെള്ളം താ, വെള്ളം താ.
പാതിരാ സമയത്ത് മോളുടെ വിളി കേട്ടിട്ട് എഴുന്നേറ്റ് അമ്മിന്റെ പാല് കൊടുത്ത ഉമ്മ കാങ്കല്ലൂരിയുടെ ടയറിന്റെ അടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. വിളി കേൾക്കാൻ കഴിയാതെ വലത്തോട്ട് തെറിച്ചുപോയി. ഇബ്രാഹിം അലിയുടെ വലത്തെ കൈ തോളിന്റെ ഭാഗത്ത് വെച്ച് അറ്റുപോയി. ലോറി കയറി ഇറങ്ങിപ്പോയി. തോളിന്റെ ഭാഗത്ത് വെച്ച് വലത് കൈ അറ്റുപോയി. റോഡിലെ ചതഞ്ഞരഞ്ഞ് വേദന സഹിക്കാൻ കഴിയാത്ത വേദനയിലും വലത്തെ കൈ അറ്റുപോയി. ഇബ്രാഹിം അലി ചാടി എഴുന്നേറ്റ് നോക്കി നിൽക്കുന്ന നൂറുകണക്കിന് ആളുകളോട് കെഞ്ചി പറഞ്ഞു, അത്ര എന്റെ മോളെ എന്ന് രക്ഷിക്കുവോ? അവള് നിലവെള്ളമെന്ന് നിലവിളിക്കുന്നത് കണ്ടോ? മനുഷ്യൻ നിസ്സഹായനാകുന്ന സമയമാണിത്. ടാങ്കർ ലോറിയുടെ ഉള്ളിൽ നിന്ന് എങ്ങനെ എടുക്കാനാണ്? അവസാനം 45 മിനിറ്റ് കഴിഞ്ഞ് ക്രെയിൻ വരുമ്പോ ക്രെയിൻ ലോറി മാറ്റിയിട്ടെടുക്കുമ്പോ ഉമ്മ മരിച്ചു കഴിഞ്ഞു. മോളുടെ അവസാനത്തെ പിടച്ചിലാണ്. വൈകുന്നേരം 16 വയസ്സുള്ള മോളും മരിച്ചു. ഇബ്രാഹിം നബി അതീവ ഗുരുതരാവസ്ഥയിൽ എറണാകുളം അമൃത ഹോസ്പിറ്റലിലാണ്. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന്റെ രോഗം ശിഫയാക്കണയല്ലോ. പൊന്നുമോനെ, ഇനി അദ്ദേഹം ആശുപത്രി കിടക്കയിൽ നിന്ന് തിരിച്ചു വന്നാലും സ്വന്തമായിട്ടൊരു വീടില്ല. ബാക്കിയുള്ള 2 മക്കളെ പെട്ടാനുള്ള ശാരീരിക അവസ്ഥയില്ല. ഒരൊറ്റ നിമിഷം കണ്ടാണ് ജീവിതം മാറി മറിഞ്ഞു പോകുന്നതെങ്കിൽ ഏത് സമയത്താണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ. പക്ഷേ മരണം വരുന്ന നേരം എവിടെ വെച്ചാണെങ്കിലും ആർക്കറിയാം. ഞാൻ എന്റെ മോളോട് ഇന്നലെ രാത്രിയിൽ വീട്ടിൽ നിന്ന് 10 മണിക്കിറങ്ങുമ്പോ ഉറങ്ങാതെ പോകുന്ന വാപ്പ യാത്രയേക്കാൻ ഉമ്മറപ്പടിയിൽ വന്ന് എന്റെ മക്കളെ കെട്ടിപ്പിടിച്ചുമ്മ കൊടുത്തിട്ട് പറഞ്ഞിട്ടാണ് വന്നത്, മക്കളെ തിങ്കളാഴ്ച കോട്ടക്കൽ വഴുത് കിടഞ്ഞിട്ട് വാപ്പ വീട്ടിൽ ചൊവ്വാഴ്ച രാവിലെ എത്തുമെന്ന്. ആർക്കറിയാം അഹ്മദ് കബീർ വീട്ടിലെത്തുമോ? അതല്ല 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞവന്റെ മയ്യത്താകുമോ എത്തുക? എന്റെ മക്കൾ എന്നെ മയ്യത്തിൽ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരയുമ്പോ എന്റെ മക്കളോട് മറുപടി പറയാൻ കഴിയാതെ തൊണ്ടയിലെ വെള്ളം വെട്ടി ഞാൻ ഉമ്മറപ്പടിയില് തുണിയിൽ പൊതിഞ്ഞ് കിടക്കുമ്പോ ആ സമയത്തൊരു സുന്ദരമായ ആഗ്രഹം ഖുർആൻ പറയുന്നുണ്ട്. തതനസ്സലു അലൈഹിമുൽ മലായിക, അവന്റെ അടുക്കലേക്ക് മലക്കുകൾ വന്നിട്ട് പറയും, അല്ലാഹു നമുക്ക് ആ സുന്ദരമായ കാഴ്ച നമ്മുടെ ജീവിതത്തിന്റെ അവസാനം നൽകി അനുഗ്രഹിക്കട്ടെ. ഭാര്യ കരയുന്നുണ്ട്, മക്കള് കരയുന്നുണ്ട്. അരുമക്കിടാങ്ങ് വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാതെന്ന് നീ കിടക്കുന്നേ. ഉപ്പാന്ന് പറഞ്ഞിട്ട് എന്റെ പൊന്നുമോൾ വന്ന് കുലുക്കി വിളിക്കുന്നുണ്ട്. പക്ഷേ വാപ്പാന്ന് മോളേന്ന് വിളിച്ചു മുത്തം കൊടുക്കാൻ എന്റെ ചുണ്ടനങ്ങുന്നില്ലല്ലോ. അല്ലാ, അഹ്മദ് കബീറിന്റെ തൊണ്ടയിലെ വെള്ളം പറ്റിയല്ലോ. അല്ലാ, എല്ലാം തകർന്നു. പ്രണയവും ദുഃഖവും വല്ലായ്മകളും വഴക്കും പിണക്കവും ചൊല്ലിപ്പകർത്തും കവിതയും കൊച്ചു കൈത്തണ്ണ മിന്നിച്ച കടികാര മന്ത്രവും. എന്റെ കടികാരത്തിന്റെ സൂചി ഇപ്പൊ അനങ്ങുന്നില്ലല്ലോ. എടാ പച്ചപ്പൊട്ട, കടികാരത്തിന്റെ സൂചി അനങ്ങുന്നുണ്ട്. അതിന്റെ മുമ്പിൽ കിടന്ന നിന്റെ അനക്കമാണ് നിശ്ചലമായി പോയത്. അല്ലാഹുവേ, മരിക്കുന്ന നേരം ഔലിയാക്കളുടെ ലക്ഷണമനാണ്. മലക്കുകൾ പറയും, എന്തിനാ കരയുന്നത്, എന്തിനാ? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നീ ഭയക്കണ്ട, ദുഃഖിക്കണ്ട. ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖമില്ലാത്തവരും ഭയമില്ലാത്തവരുമാണ്. അല്ലാഹു വാക്ക് കേൾക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവര് വന്നിട്ട് പറയും, ദുഃഖിക്കണ്ട, ഭയക്കണ്ട. ഇത് രണ്ടും വിലായത്തിന്റെ അടയാളമാണ്. അല്ലാഹു ഇത് കേൾക്കാൻ തൗഫീഖ് നൽകട്ടെ. മഹാനായ ചാപ്പനങ്ങാടി ഉസ്താദ് വഫാത്താകുമ്പോ മലക്കുകളെ കണ്ടിട്ടുണ്ട്. ഉറപ്പാണ്, ഉറപ്പ്, ലാ റൈബ ഫീഹി. എന്തിനാണ് ചാപ്പനങ്ങാടി ഉസ്താദിനോട് വബിശിറൂ ബിൽ ജന്നാ, ഇതിന് നിങ്ങൾക്കുള്ള സ്വർഗമാണെന്ന് പറയാതെ ആ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടില്ല. അള്ളാഹു നമുക്ക് ആ കാഴ്ച കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
ഏതുപോലെ കൊടിമരത്തിൽ കിടന്ന് പിടയുമ്പോ മലക്കുകൾ വന്നിട്ട് ഈ ആയത്തിറങ്ങിയതിലും മാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു തൂക്കുമരത്തിൽ കയറേറ്റിയപ്പോഴാണ് ഈ ആയത്ത് ആകാശത്ത് നിന്നിറങ്ങിയത്. ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹു, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പ്രിൻസിപ്പൽ ഒരു ഖുബൈബ് വാഫിയാണ്. അല്ലാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. അല്ലാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. ഞാൻ അദ്ദേഹം എഴുതിയ പുസ്തകം വെറുതെ ഒന്ന് നോക്കി. അദ്ദേഹത്തെ കുറിച്ച് അബൌട്ട് ഓദറിനെ കുറിച്ചൊന്ന് വായിച്ചപ്പോൾ ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം, അറബി സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം. ഇവിടെ 150 വഫിയകളുണ്ട്, 150ഓളം വാഫികളുണ്ട്. ഈ കമ്പ്യൂട്ടറിന്റെ കീബോർഡിന്റെ പുറകിലിരിക്കുന്ന ഈ വാഫികൾ ഇത് കോടിയറക്കാൻ മുസ്ലിയാരെ പഠിപ്പിക്കുന്ന സ്ഥാപനമല്ല. ഇത് സുഹിലുനു ശരീമിൻ റീഖുഹു മിൻ ശംസിഹി തസാഹറത്തിൽ ഇതാരിൽ കുമാറോ. ആകാശത്തെ രാശിപഥങ്ങളെ ഖുർആൻ വെച്ച് നോക്കാൻ പഠിപ്പിച്ച ആധുനിക ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ സമന്വയമാണിത്. ഒരു വാഫിയാരാ? എന്നോട് മൻസൂർ വാഫി എന്റെ സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞു കല്യാണം കഴിച്ചത് വഫിയയാണ്. അദ്ദേഹം പറഞ്ഞു മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് വാഫിയായ ഭർത്താവ് വന്നപ്പോ വീട്ടിലിരുന്നിട്ട് വഫിയായ ഭാര്യ മക്കൾക്ക് മിഷ്കാത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ. ഇതാണ് വാഫി വഫിയ. ഭർത്താവ് വാഫി, ഭാര്യ വഫിയ. ഭർത്താവ് പറയാ ഞാൻ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോ ഭാര്യ ഇരുന്നിട്ട് മക്കൾക്ക് മനുഷ്യന്മാരെ മിഷ്കാത്ത്, അത് അറിഞ്ഞിട്ട് വേണ്ട മിഷ്കാത്ത്. നമ്മുടെ ഭാര്യയോ BA ആണ്, LLB ആണ്. മക്കളെ മഗ്രിബ് കഴിഞ്ഞിട്ട് എന്ത് പഠിപ്പിക്കാൻ പറ്റും? പ്രാവേ പ്രാവേ പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം, പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. ഇത് പാടിക്കൊടുക്കാനല്ലാതെ എത്ര കുട്ടികളുടെ ഭാഗ്യമാണ് ഒരു വാഫിക്കൊരു വഫിയ പെണ്ണിനെ കിട്ടി. മഗ്രിബ് കഴിഞ്ഞിട്ട് ഭർത്താവ് വന്നപ്പോ വഫിയായ ഭാര്യ ഇരുന്നിട്ട് പറയാണ് ഹദ്ദസിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യ പഠിപ്പിച്ചു കൊടുക്കാൻ. ഈ ഒരു ലോകത്തിലെ മദീന വിഭാവന ചെയ്ത കുടുംബത്തെ ലോകത്ത് സാക്ഷാത്കരിച്ചു കൊടുത്ത ആത്മീയ ഭൗതിക വിദ്യാഭ്യാസ സമന്വയമാണ് വാഫി വഫിയ. അള്ളാഹുദിനെ നിലനിർത്തി കൊടുക്കട്ടെ. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ഇംഗ്ലീഷ് സാഹിത്യത്തെ അലക്കി കുറുക്കി പഠിപ്പിച്ചവനോട് നീ ഉണ്ടാക്കിയ കോട്ടും ടൈമിട്ടിട്ട് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ഇംഗ്ലീഷ് അക്ഷരത്തെ വ്യാകരണത്തെ അലക്കി കടുക്കി പഠിപ്പിച്ചവനോട് നീ അച്ചടിച്ചു വെച്ച നിഘണ്ടുവിൽ 8 തെറ്റുകളുണ്ടെന്ന് മലയാളത്തിന്റെ ദാർഹുദയുടെ പുത്രൻ പറഞ്ഞു കൊടുത്തെങ്കിൽ ആ പുത്രനോട് കേരളത്തിന് സംഭാവന ചെയ്ത പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ, ഹാർവാർഡ് സർവകലാശാലയിലെ ഇംഗ്ലീഷ് പ്രമുഖന്മാരോട് നീ അച്ചടിച്ചു വെച്ച നിഘണ്ടുവിൽ 8 തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് ദാർഹുദയുടെ കുട്ടിയാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. നിങ്ങൾ എന്താ വിചാരിച്ച വാഫി വഫിയാന്ന് പറഞ്ഞാൽ കോയിന്റെ തലയിറക്കാൻ വേണ്ടി മുജാരെ പഠിപ്പിക്കണമെന്ന്? സമയമില്ല. ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ അടുത്ത പ്രാവശ്യം ഇനി ഞാൻ വളവന്നൂര് വിളിച്ചാൽ വരും, പെരുവില്ലാത്തോണ്ട്. അല്ല, എനിക്ക് ഇങ്ങനത്തെ സദസ്സ ഇഷ്ടം. കുറച്ച് സയൻസ് ഒക്കെ പറയുന്നു, എനിക്ക് സയൻസ് ഇത് പറ്റാത്തത് കൊണ്ടാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആനിലെ 6600 പരം വരുന്ന ആയത്തുകളിൽ 1000 ആയത്തുകൾ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് 1000 ആയത്തുകൾ. ആരാ പഠിപ്പിക്കുക മക്കളെ? സ്കൂളിൽ പഠിപ്പിച്ചാലും മോനെ, സ്കൂളിൽ പഠിപ്പിച്ചാൽ എനിക്ക് എന്റെ അച്ഛനും അമ്മയ്ക്കും രാത്രിയിൽ തണുപ്പുള്ള രാത്രിയിൽ എന്തോ തോന്നിയപ്പോ ആ തമാശയിലൂടെയാണ് ഞാൻ ഉണ്ടായത്. അതുകൊണ്ട് എന്റെ മാതാപിതാക്കളോട് ധാർമ്മികമായിട്ട് എനിക്കൊരു കടപ്പാടുമില്ല എന്ന് പറഞ്ഞവൻ എഴുതി വെച്ച പുസ്തകം നമ്മുടെ കുട്ടികൾ ഇപ്പോഴും പഠിക്കുക. മനസ്സിലായോ? ഈ കുട്ടികൾ ഇൽമു പഠിക്കണം. LLB മാത്രം പഠിച്ചാ പറ, ഞാൻ അതിനെ എതിർക്കല്ല. പക്ഷേ
E=mc², ദ്രവ്യ പരിവർത്തനത്തിലൂടെ ഊർജ്ജമുണ്ടാവും എന്ന് ഐൻസ്റ്റീൻ കണ്ടുപിടിച്ചു. ആ തിയറിയിൽ നിന്നാണ് ഹിരോഷിമയിലും നാഗസാക്കിയും അനുഭവം ഉണ്ടായത്. തന്റെ തിയറിയിലൂടെ അനുഭവമുണ്ടാക്കി ഹിരോഷിമയിലും നാഗസാക്കിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈയാമ്പാട്ടുകളെ പോലെ കത്തിക്കരിഞ്ഞ് ചാമ്പലായി കിടക്കുന്നത് കണ്ടപ്പോ ഐൻസ്റ്റീൻ പറഞ്ഞു എന്നതാണ്, ദൈവമേ, അടുത്ത ജന്മത്തിൽ ഒരു ചെരുപ്പ് കുത്തിയായി ജനിച്ചാലും ഒരു ശാസ്ത്രജ്ഞനായിട്ട് എനിക്ക് ജനിക്കണ്ടായത്. E=mc², ദ്രവ്യത്തിന് പരിവർത്തനം ഉണ്ടായാൽ ഊർജ്ജമുണ്ടാവും. അത്രേ സ്കൂളിൽ പഠിപ്പിക്കൂ. ആ ഉണ്ടാകുന്ന ഊർജ്ജം നിന്റെ സഹോദരനെതിരെ പ്രയോഗിക്കരുത് എന്ന് പറയാനാണ് ഖുർആൻ. ബയോളജിയിൽ സ്വന്തം ഭാര്യയിലുണ്ടായ കുഞ്ഞും വേശ്യയിലുണ്ടായ കുഞ്ഞും ഒരുപോലെയാണ്. പക്ഷേ ഭാര്യയിലുണ്ടായ കുഞ്ഞ് ധർമ്മവും വേശ്യയിലുണ്ടായത് അധർമ്മവും എന്ന് പറയുന്നത് ഖുർആനാണ്. അള്ളാഹു അള്ളാഹു ഖൈറാക്കി തരട്ടെ. ഞാൻ പറഞ്ഞത് ഈ മഹാപ്രസ്ഥാനത്തെ നമ്മുടെ മക്കളെ മാഫിയും വഫിയും ആക്കി. ഇവിടെ ഞാൻ വന്നപ്പോ ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ വാത് കേട്ടിട്ട് ഞാൻ എന്റെ മോനെ ഹാഫിളാക്കാൻ വിട്ടു. അള്ളാഹു ഹാഫിളാക്കി കൊടുക്കും. ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞാണ്, അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മരിക്കുന്ന നേരം ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ യാ അയ്യത്തുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ എന്ന് ഖുർആന്റെ സ്വാഗതം കേട്ട് മരിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ തമ്പുരാനെ. അള്ളാഹു അത് കേട്ട് അവസാനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെയേറെ സന്തോഷമുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോ ബഹുമാന്യനായ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റർ മുഹമ്മദ് അലി ഫൈലി അടിമാലി, എന്റെ ജില്ലക്കാരനാണ്, മലപ്പുറംകാരനൊന്നും അല്ല, അടിമാലിക്കാരനാണ്. ഇപ്പൊ എവിടെയാണ്? എന്നാലും കുല്ലു ഷൈഇൻ യർജി ഇലാ അസ്ലിഹി. അപ്പോ ഞാൻ 10 വർഷമായിട്ട് കൊല്ലത്താണ്. ഇപ്പോഴും എന്റെ പേര് കാഞ്ഞാർ അഹമ്മദ് കബീർ ബാക്ക. കാഞ്ഞാർ ഇടുക്കി ജില്ലയിലാണ്. അത് മാറും. അടിമാലി എന്നല്ല ഇപ്പോഴും പറയുന്നത്. എന്നാ അവനെ മലപ്പുറം എന്ന് പറയണ്ട. അവനാന്റെ സ്വത്ത് അവനാന്റെ നൊറ്റി തന്നെ കിടക്കട്ടെ, അടിമാലി തന്നെ ആവട്ടെ. അപ്പൊ ഞാൻ അടിമാലിയിൽ 9.5 മണിക്കൂർ നിർത്താതെ വളർന്നില്ല. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒരു വലിയ പദ്ധതി അദ്ദേഹം എന്നോട് പറഞ്ഞു, അനാഥകളായ കുട്ടികളെ, യത്തീമായ കുട്ടികളെ ഉമ്മയോടൊത്ത്. അദ്ദേഹം എന്നോട് യത്തീംഖാനയുടെ മാനേജർക്കും അഡ്മിനിസ്ട്രേറ്റർ ഉമ്മയുടെ വാത്സല്യം കൊടുക്കാൻ പറ്റില്ലല്ലോ. ഉമ്മയോടൊത്ത്, യത്തീമായ കുട്ടി വാപ്പയില്ല, ഉമ്മയോടൊത്ത് ഒരു സ്നേഹ വീടുണ്ടാക്കി ആ സ്നേഹ വീട്ടിൽ ഉമ്മയുടെ പരിലാളനത്തോടുകൂടി ആ കുട്ടിയെ ദത്തെടുത്ത് വളർത്തുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇതാണ് യത്തീംഖാനകൾ. വാഫക്കി യത്തീംഖാന ഏറ്റവും ഫലപ്രദമായി അവർ ആ കുട്ടിയെ ഉമ്മയുടെ വാത്സല്യത്തോട് ചേർത്ത് വെച്ച് ഒരു സ്നേഹ വീട്, ഒരു സ്നേഹ ഗ്രാമം, ആ വീടിന്റെ പദ്ധതിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് അങ്ങനെ ഓരോ വീടുകൾ ഏറ്റെടുത്ത് ആ പദ്ധതികളെ വിജയകരമാക്കി കൊടുക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തൗഫീക്ക്. പുതിയ പദ്ധതി ദ വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറെന്റ് തിങ്സ്, ദേ ഡു തിങ്സ് ഡിഫറന്റ്ലി എന്ന് ശിൽക്കേര പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നവൻ വിജയിയാവൂല, കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യണം. യത്തീംഖാനകൾക്കൊക്കെ അപ്പുറം യത്തീംഖാന 2 സൈസിലാണ്. ഒന്ന് യത്തീമീങ്ങൾക്ക് ഖാന നൽകുന്ന സ്ഥലം, ഒന്ന് യത്തീം ഖാന, അവനവൻ ഖാനാണ്. യത്തീംഖാന ലഹു സിൻഫാനി. പക്ഷേ വാഫക്കി യത്തീംഖാന 1 രൂപ കിട്ടിയാൽ 10 രൂപയാക്കി അത് യത്തീമീങ്ങളായ മക്കൾക്ക് കൊടുക്കും. അതിന്റെ സംരക്ഷണം, ഒരു സ്നേഹ വീട്, ഇതൊരു പുതിയ പദ്ധതിയാണ്. ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു, അതിന്റെ പ്രവർത്തകരെ. അള്ളാഹു ഇത് പൂർത്തിയാക്കി കൊടുക്കട്ടെ. നാളെ ബഹുമാനനായ പ്രഭാഷകൻ മുസ്തഫ ഖുദവി ആക്കോട്, ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ പോയി. ആക്കോട് കഴിഞ്ഞ മാസം മുമ്പ് അത് പറയാൻ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. ആ സ്റ്റേജിൽ ഇരുന്ന് അദ്ദേഹത്തിന്റെ സ്ഥാപനം, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെ. യത്തീമീങ്ങളായ 10 കുട്ടികൾ, 6-7 വയസ്സുള്ള കുട്ടികൾ, ആ സ്റ്റേജിൽ വെച്ച് അവർക്ക് ഓരോ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തവര്. ഓരോ സൈക്കിള് 6-7 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹത ഒരു സൈക്കിൾ. വാപ്പയില്ല, ഉമ്മയില്ല. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ യത്തീംഖാന എന്നൊരു പേര് പോലും ഇല്ല. കാരണം അവിടെ താമസിക്കുന്ന കുട്ടികൾക്ക് അത് തോന്നണ്ട. അങ്ങനെ ഒരു ബോർഡേ വെക്കൂല. സൈക്കിൾ കൊടുത്തപ്പോ ഫോട്ടോ എടുക്കാൻ പോയപ്പോ ഹുദവി പറഞ്ഞു എടുക്കരുത്. ഓരോരുത്തർക്ക് സൈക്കിൾ 6-7 വയസ്സുള്ള കുട്ടികളുടെ ആഗ്രഹം സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു. അവസാനം ഒരു കുട്ടി 9:30 മണിയായി. ആ കുട്ടി ഇങ്ങനെ കണ്ണടച്ചിരിക്കുകയാണ്. അവൻ വന്നൊരു സൈക്കിൾ വാങ്ങിച്ചിത്രേ ഉള്ളൂ. ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞു. അവ ഇരുന്ന് ഉറങ്ങിപ്പോയി. അവൻ ആ സൈക്കിളും പിടിച്ചപ്പോ വീഴൂന്ന് പറഞ്ഞു. കണ്ണടഞ്ഞിരിക്കുക. അവ സൈക്കിൾ പിടിച്ചു മെല്ലെ മുമ്പോട്ട് പോയി.
ഉദവി എന്റെ ചെവിയിൽ വന്നിട്ട് പറഞ്ഞ കുട്ടിയുടെ 2 കണ്ണും കാണൂല. അത് കേട്ട് കരഞ്ഞുപോയി അവിടെ. ഞാൻ ഉദവിയോട് സ്വകാര്യമായിട്ട് ചോദിച്ചു, ആ കുട്ടി എനിക്ക് തരുമോ, ഞാൻ ദത്തെടുത്ത് വളർത്തിക്കോളാം, അവൻ എവിടെ IAS വേണം പഠിപ്പിച്ചോണം, ഞാൻ പഠിപ്പിച്ചോളാം, അവനെ ഇങ്ങ് തരുമെന്ന്. ഉദവി തരൂല. ഇങ്ങനെയുള്ള യത്തീംഖാനകളൊക്കെ ലോകത്ത് നിലനിൽക്കണം. ഇത് സമസ്തയുടെ കീഴിൽ കിടക്കുന്ന യത്തീംഖാനകൾ. കാരണം ഇത് ഹറാമും ഹലാലും വേർതിരിപ്പിച്ചു ഘടിപ്പിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹത്തായ നിയന്ത്രണത്തിലാണ് യത്തീംഖാനകൾ കടന്നു പോവുക. അള്ളാഹുവിനെ നിലനിർത്തി കൊടുക്കട്ടെ. ബാപ്പയ്ക്ക് യത്തീംഖാനയിൽ വന്ന് വാഴ്ന്നു പറയാൻ പറ്റിയതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഞാൻ ഒരു അരമണിക്കൂർ പ്രസംഗിച്ച് പോകാൻ വേണ്ടി വന്ന ആളാണ്. പക്ഷെ അൽഹംദുലില്ലാഹ് 2.5 മണിക്കൂർ കഴിഞ്ഞു. സമയം പോയത് ഞാനും അറിഞ്ഞില്ല, നിങ്ങൾ അറിഞ്ഞില്ല. അള്ളാഹു ഞാൻ സ്വീകരിക്കുമാറാകട്ടെ. ഇതിന്റെ വാഫി വഫിയ കോഴ്സുകൾ, ഇതിന്റെ ആത്മീയ ഭൗതിക സമന്വയ വിദ്യാഭ്യാസങ്ങൾ, 19ഓളം സ്ഥാപനങ്ങൾ അള്ളാഹുവിനെ നടത്തുന്നവർക്ക്, അതിൽ ജോലി ചെയ്യുന്നവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ധാരാളം ആളുകൾ എന്റെ സ്ഥാപനത്തിലേക്ക് 6666 നൽകിയിട്ടുണ്ട്. അത് ഞാൻ ചോദിച്ചാലേ കിട്ടുള്ളൂ. അത് ചാപ്പനങ്ങാടി ഉസ്താദിന്റെ ഒരു വാക്കൊന്നും കിട്ടാത്തതുകൊണ്ട് അങ്ങോട്ടാരും കൊണ്ടൊന്നും തരൂല. എന്റെ സ്ഥാപനത്തിലേക്ക് ഏറ്റവും കൂടുതൽ 6666 സ്വർണവും കിട്ടുന്ന തിരൂര് പ്രദേശത്ത് നിന്ന്. വേറെ സഹോദരി സ്വർണ്ണ മോതിരം ഈ വിനീതന്റെ സ്ഥാപനത്തിലേക്ക് എന്നാണ്. അത് എന്റെ മാത്രമേ തരാളൂ, ബാഫക്കിലേക്കുള്ളത്. അള്ളാഹു സ്വീകരിക്കും. എന്റെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് തന്നേക്കണം. അള്ളാഹു ഖൈറിലാക്കട്ടെ. ഈ വിനീതന്റെ ഒരു സ്ഥാപനവും ഇതേപോലെ ഒറ്റപ്പാലത്ത് നടക്കുന്ന 50ഓളം ഹാഫിളീങ്ങളായ വിദ്യാർത്ഥികൾ. അൽഹംദുലില്ലാഹ് എന്റെ സന്തോഷം. ഇങ്ങനെയൊക്കെ വയ്യാതിരിക്കുമ്പോൾ എന്റെ കുട്ടികൾ അവിടെ ദുആ ചെയ്യണം, ഉസ്താദിന് ശിഫ നൽകണേ. 4 മണിക്ക്